ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാമി ശരണം. ചങ്ങായിമാരെ, മണ്ഡലകാലത്തെ അമ്പല ദർശനത്തിന്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ദർശനം നടത്താൻ പോകുന്ന അമ്പലം കൊളച്ചേരിക്ക് അടുത്തുള്ള തൃക്കപ്പ ക്ഷേത്രമാണ് കേട്ടോ. അവിടെ നമ്മളും ഇതുവരെ പോയിട്ടില്ല, രണ്ടാളും ആദ്യമായിട്ട് പോകുന്നതാണ്. വേറെ ഒന്നും പറയണ്ട, നമുക്കൊന്നും പറയാനില്ല. അമ്പലത്തിൽ പോകാൻ വേണ്ടി നേരത്തെ കീഞ്ഞൊക്കെയാണ് അമ്മ. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിൽ പോയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് കരിഗോവിന്ദൻ നമ്പൂതിരി, പാടിയില്ലത്തല്ലേ. ഈ തൃക്കപ്പാലേശ്വരം ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ എത്ര വർഷമായി അങ്ങ്? ഞാനിപ്പോൾ 3 വർഷമായി. ഈ അമ്പലത്തിന്റെ ഐതിഹ്യം ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടി പറ്റുമോ? ഈ അമ്പലത്തിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പയ്യാവൂരേക്കും വയത്തൂരേക്കും നെയ്യമൃതിന് വേണ്ടിയിട്ട് പണ്ടൊരു മഠം ഉണ്ടായിരുന്നു പോലും. അന്നേരം ഇവർക്ക് ഒരു ക്ഷേത്രം എടുക്കാമെന്ന് തോന്നിയിട്ട് അവർ എടുത്ത ക്ഷേത്രമാണ് ഈ അമ്പലം, തൃക്കപാലേശ്വരി ദുർഗാദേവി ക്ഷേത്രം. അതിനകത്ത് വയത്തൂരേക്കും പയ്യാവൂരേക്കും നെയ്യമൃത് ഉണ്ടായിരുന്നു. വയത്തൂരേ നെയ്യമൃത് അത് ഇപ്പോൾ ഇല്ല. പയ്യാവൂരേക്ക് നെയ്യമൃത് ഉണ്ടായിരുന്നു. അതിന് ഊരാളന്മാർ എന്ന് വെച്ചാൽ ഇവിടുത്തെ കുറേ നമ്പ്യാന്മാരും കൂടി 5 കുറ്റിയാടന്മാരും കൂടിയിട്ടാണ് ഈ അമ്പലം എടുത്തത്. മാണിക്കോത്ത് കുറ്റിയാടൻ, അയനത്ത് കുറ്റിയാടൻ, രായരോത്ത് കുറ്റിയാടൻ, അതിനകത്ത് കുന്നുംപുറത്ത് കുറ്റിയാടൻ, പള്ളിക്കര കുറ്റിയാടൻ, ഈ 5 കുറ്റിയാടന്മാർ ഒരാളെമ്മേലും ഇവിടെ നെയ്യമൃതിൻ്റെ കുറേ പൂരക്കൊട്ടാരം, പൊനോന്താറ്, അങ്ങനെ കുറേ കുഞ്ഞുംപിടുക്ക, അങ്ങനെ കുറേ നമ്പ്യാന്മാർ നെയ്യമൃത് സംഘവുമായിട്ട് തുടങ്ങിയ ഒരു അമ്പലമാണ് ഇത്. ആദ്യം എന്ന് വെച്ചാൽ വയത്തൂരേക്കും പയ്യാവൂരേക്കും, പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഈ അമ്പലം പൂട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഇപ്പം രണ്ടാമത് ഈ പുനരുദ്ധാരണം നടന്ന് തുടങ്ങിയിട്ട് ഒരു 30 കൊല്ലമായിട്ടുണ്ടാവും അല്ലേ? 18 കൊല്ലം കൂട്ടിയിട്ട് ഇപ്പോൾ ഒരു 30 വർഷമായി, 32 വർഷമായി രണ്ടാമത് തുടങ്ങിയിട്ട്. അന്നേരം പ്രശ്ന ചിന്തയിൽ പയ്യാവൂര് നെയ്യമൃത് വേണമെന്ന് അത് നിർബന്ധമായിട്ടും ചെയ്യണമെന്നുണ്ട്. ഇപ്പം ആ നെയ്യമൃത് പയ്യാവൂരേക്ക് മാത്രം ഉണ്ട് ഇവിടെ. കൊല്ലത്തിൽ എന്ന് വെച്ചാൽ മേടം 11 ഉത്സവവും, മേടം 11 ഉത്സവം, പിന്നെ മിഥുനം 11 പ്രതിഷ്ഠാ ദിവസം, കുംഭത്തിലെ സംക്രാന്തി ആയെന്ന് ഇവിടെ നിന്നിട്ട് പയ്യാവൂരേക്ക് നെയ്യമൃതിന് ഇവിടുന്ന് മഠത്തിൽ കയറി 9-ാം തീയതി വൈകിട്ട് 10-ാം തീയതി ഇവിടുന്ന് പോകും. ഇതിലാണ് ഇതിൻ്റെ ചരിത്രം. ഈ അമ്പലത്തിലെ ഉപദേവന്മാരെ പറ്റി? ഇതിൻ്റെ അകത്ത് ഉപദേവം എന്ന് വിചാരിച്ചാൽ ഇവിടെ ദുർഗാദേവീൻ്റെ ഉപദേവനായിട്ട് വേട്ടക്കിരോകൻ കിരാതി രൂപത്തിൽ ഇവിടെയുണ്ട്. പിന്നെ പ്രധാന പൂജ എന്ന് വെച്ചാൽ പ്രധാന പൂജ രാവിലെ ഉഷപൂജ, വൈകുന്നേരത്തെ വൈകുന്നേരം ദീപാരാധന ഉള്ളൂ. പിന്നെ നിറമാല, കടുംപായസം, പിന്നെ ഇതെല്ലാം ഇവിടുത്തെ പ്രധാന വഴിപാട്. നവരാത്രി ആഘോഷം 9 ദിവസത്തെ നവരാത്രി ആഘോഷം ഭംഗിയായിട്ട് ചെയ്തു വരുന്നുണ്ട്.
എല്ലാ ദിവസവും പിന്നെ കർക്കിടകത്തിൽ പിന്നെ രാമായണ ആചരണമായിട്ടും നടത്തി വരുന്നു. 6 വർഷമായി ഞാനിവിടുത്തെ പൂജാരിയാണ്. ഇവിടുത്തെ തന്ത്രി പുതുശ്ശേരിയിലത്തെ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ഇവിടെ സാധാരണ എല്ലാ ശ്രീകോലുകളും സമചതുര ഇവിടെ ദീർഘ ദൂരത്തിലാണ് ചൊല്ലി സ്വരൂപത്തിലായിട്ടുള്ള ദുർഗാദേവിയായിട്ട് സാധാരണ തൊല്ലി ഭഗവതി ഭദ്രകാളി സ്വരൂപമായിട്ടാണ് പ്രതിഷ്ഠിക്കാറ്. പക്ഷേ എങ്കിൽ ഇവിടുത്തെ ദൈവത്തിന് ദുർഗാദേവിയായിട്ടാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശാന്തസ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ്, അഭിഷ്ടകാരിയാണ്. ഏത് കാര്യങ്ങളും മനസ്സുകൊണ്ട് വിചാരിച്ചാൽ അത് നടത്തി തരുന്ന ദേവിയായിട്ടാണ് സങ്കല്പം. വളരെയധികം സന്തോഷം അങ്ങയുടെ ഇത്രയും നമുക്ക് അറിവ് പകർന്നതിന്. ശരി, നമസ്കാരം. എന്താ പേര് നിങ്ങളെ? വിലാസിനി. ഈ അമ്പലത്തിൻ്റെ ആരെങ്കിലും ആയിട്ട് പ്രവർത്തിക്കുന്ന? ഈ അമ്പലത്തിലെ കഴക്കാറ്റ്. എത്ര വർഷമായി ഇവിടെ കഴക ഏറ്റെടുത്ത്? ഇവിടെ പാരമ്പര്യമായി തുടർന്നു വന്നതാണ്. ആദ്യം അച്ഛനായി, അച്ഛൻ്റെ അമ്മ ചെയ്തു, അച്ഛൻ ചെയ്തു, അച്ഛൻ്റെ മരുമക്കൾ കുറച്ച് കാലം ചെയ്തു. അപ്പോൾ അവർക്ക് പിന്നെ ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് പറ്റില്ല പറഞ്ഞു. പിന്നെ നമ്മളെ മക്കൾ തുടർന്ന് വരുന്നത് ഇതുവരെ. ഞാനും എൻ്റെ അനിയത്തി ഇവിടുത്തെ ജീവനക്കാരിയാണ്. ഇപ്പം അമ്പലം 10-18 വർഷം പൂട്ടിയിട്ടതിന് ശേഷം ഇപ്പം തുടർന്നിട്ട് 33 വർഷം ആയി. ഇപ്പം ഈ 33 വർഷവും നമ്മൾ രണ്ടുപേരും തന്നെയാണ് ഇവിടെ കഴക്കാറ്. അച്ഛൻ്റെ പാരമ്പര്യത്തിലാണ്. അച്ഛൻ ഇത് പുനരുദ്ധാരണ സമയത്ത് പെട്ടെന്ന് മരിച്ചു പോയതാണ്. അതിനുശേഷം നമ്മളാണ്. നിങ്ങൾക്ക് പണ്ടത്തെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഈ അമ്പലത്തിനെ പറ്റിയിട്ട്? പണ്ടത്തെ ഞാൻ ചെറുപ്പത്തിൽ എനിക്കൊരു 7-8 വയസ്സാകുമ്പോൾ ഞാനിവിടെ വരുന്നതാണ്. അങ്ങനെയുള്ളത്. പിന്നെ കുറച്ച് കാലം പൂട്ടിയിട്ടല്ലോ. പിന്നെ അതിന് ശേഷം തുടർന്നിട്ടിപ്പം ചെയ്യുന്നത്. മയ്യിൽ പഞ്ചായത്ത് ചെറുവഴശ്ശി ദേശത്ത് ഈ ഒരു ഭഗവതി ക്ഷേത്രമേ ഉള്ളൂ അടുത്തായി. പിന്നെ നണിയൂർ അമ്പലമാണ് ഉള്ളത്. ഈ ഭഗവതി ക്ഷേത്രത്തിൽ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് പറയാം? നിങ്ങളെ അനുഭവത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? അനുഭവം ഒന്ന് നല്ല പ്രാർത്ഥിച്ചാൽ ആ അമ്മ എപ്പോൾ ഒരു കടാക്ഷമുണ്ട്. അമ്മേൻ്റെ ഒരു കടാക്ഷമുണ്ട്. അതാരെയും കൈവിട്ടില്ല നമ്മളെ അനുഭവത്തിൽ. കുടുംബക്കാരെല്ലാം എത്രയോ ദൂരത്തുനിന്ന് ഇങ്ങനെ പ്രശ്നവശാൽ ഇങ്ങനെ ഒരു അമ്പലമുണ്ട്, നിങ്ങളെ കുടുംബക്ഷേത്രമാണ് ഇങ്ങനെ പറഞ്ഞിട്ട് വരുന്നവരാണ്. അധികം ആൾക്കാരെ ഇവിടെ എത്തിക്കുന്നുണ്ട്, ദൂരദൂരമുള്ളവർ. പിന്നെ 18 കൊല്ലം കൂട്ടിയിട്ടിട്ടും വിഗ്രഹത്തിന് അമ്പലത്തിൻ്റെ ഇതുപോലെ വിഗ്രഹത്തിൻ്റെ ഫോട്ടോ പറ്റില്ല. അപ്പോൾ ഒരുപാട് നന്ദി നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. ചങ്ങായിമാർ, ഇതാണ് അമ്പലത്തിൻ്റെ കുളമെല്ലാം പായലെല്ലാം കയറിയിട്ട് വൃത്തികേടായി കിടക്കുന്നുണ്ട്. ചങ്ങായിമാരെ, നമ്മൾ തൃക്കപ്പാലേശ്വര ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയേട്ടാ. നല്ല ഗ്രാമാന്തരീക്ഷത്തിൽ കുടികൊള്ളുന്ന ഒരു നല്ല ഐശ്വര്യമുള്ള ഒരു അമ്പലം. ഈ അമ്പലത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ചാൽ അഭിഷ്ടവര സിദ്ധിയുള്ള ഒരു അമ്പലം എന്നാ പറയുന്നത്. നമ്മളെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നേടും, അങ്ങനെയാന്ന് പറയപ്പെടുന്നു. നമുക്കെന്താ പറയാ? നമുക്ക് നല്ല ഒരു എന്താ പറയണ്ട് സമാധാനമുണ്ട്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും.